ജാതകദോഷം. രചന ആഷിന ഷഫീഖ്. എന്റെ ദേവി, ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കൂ? എന്റെ അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് സുഹൃത്തുക്കളെ, നിലവിളിക്കുകയാണ്. ഇപ്പൊ ഇമാതിരി ഹൈ വോളിയത്തിൽ നിലവിളിക്കാനുള്ള കാരണം എന്താണെന്നോ? ആദ്യം ഞാനാരാണെന്ന് പറയാം. സുകുമാരൻ. നാട്ടുകാർ സുഖു എന്ന് വിളിക്കും, വീട്ടുകാർ വായിൽ വരുന്ന് വിളിക്കും. അത് സാഹചര്യം പോലെ ഇരിക്കും. സിഗരറ്റ് മുറിച്ച് രാവിലെ ചായക്കളിൽ ചെന്ന് പത്രം വായിച്ചിരിക്കുന്നതാണ് എന്റെ പ്രധാന ഹോബി. അല്ലെങ്കിലും വലിയ ബിരുദാനന്ദ ബിരുദം നേടിയവരെക്കാൾ പൊതുവിജ്ഞാനം നമ്മൾ നാട്ടിൻപുറത്തെ 10ാം ക്ലാസ് തോറ്റവർക്കാണ്. അങ്ങനെ ഒരിക്കൽ തെച്ചിക്കാവ് അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ പെങ്ങളുടെ കുരിപ്പിനും ബലൂൺ വാങ്ങുന്നതിനിടയിലാണ് അവളെ കണ്ടുമുട്ടിയത്. അത് കണ്ടുമുട്ടലല്ല, കൂട്ടിമുട്ടലായിരുന്നു. ബലൂൺ വാങ്ങി ഓടിയ കുരിപ്പിന്റെ പുറകെ ഞാനും ഓടി. അങ്ങനെ അവളുമായി ചെന്നിടിച്ച്. പെണ്ണ് ഇതാ കിടക്കുന്നു തറയിൽ. ആള് ഭദ്രകാളിയെ പോലെ ചാടി എഴുന്നേറ്റു. പുതിയ ധാവണിയാണെന്ന് തോന്നുന്നു. അതിൽ അഴുക്കുരണ്ടോന്ന് പരിശോധിക്കുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ വായും തുറന്ന് കണ്ണുമിഴിച്ച് നിൽക്കുന്നു. കൊച്ചു ദൂരെ നിന്ന് ബലൂണും പിടിച്ചുകൊണ്ട് കളിയാക്കി ചിരിക്കുന്നു. പെണ്ണ് ചാടി എഴുന്നേറ്റ് രൂക്ഷമായി നോക്കി ചവിട്ടി പൊളിച്ചുകൊണ്ട് നടന്നുപോയി. ആകാശത്തേക്ക് നോക്കിയവന്മാരൊക്കെ നടക്കുന്നു എന്നൊരു കമന്റും. ഉത്സവം കഴിയുന്നവരെ പലയിടത്തും ഞാൻ ആ ഉണ്ടക്കണ്ണുകൾ കണ്ടു. അവൾ എന്നെ നോക്കാതെ നോക്കുന്നത് എനിക്ക് മനസ്സിലായിരുന്നു. അതൊക്കെ മറന്നു. കോളേജ് തുറന്നു. പതിവ് പോലെ നമ്മുടെ കാതിരിക്കാന്റെ കടയുടെ മുന്നിലൂടെ പോകുന്ന കോളേജ് കുമാരിമാരിലായി നമ്മുടെ ദൃഷ്ടി. പ്രേമിക്കാൻ ഉദ്ദേശമില്ല, ഒരു ദർശന സുഖം. പച്ച മലയാളത്തിൽ നിങ്ങൾ വായി നോക്കിയെന്ന് അതിനെ വിളിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിൽ നമ്മുടെ ഉണ്ടക്കണി ഞാൻ ശ്രദ്ധിച്ച്. അവൾ എന്നെ ഇടം കണ്ണിട്ട് നോക്കി കുട താഴ്ത്തി മുഖം മറച്ച് നടന്നു നീങ്ങി. ഈ കണ്ടുമുട്ടൽ പതിവായതും ഒരു ദിവസം ഞാൻ അവൾ നോക്കി ചിരിച്ചു. പെണ്ണ് മൈൻഡ് ചെയ്യാതങ്ങ് പോയി. ഞാൻ പ്ലിങ് മോന്തയുമായി പത്രത്തിലെ ലോട്ടറി റിസൾട്ടിലേക്ക് മുഖം താഴ്ത്തി. പിറ്റേന്ന് പെങ്ങട മോൾ കുരിപ്പെന്ന് അഭിസംബോധന മാറ്റിയെന്നാണ് സംശയിക്കേണ്ട. കുറുമ്പുകൾ കാണിക്കുമ്പോൾ അങ്ങനെ വിളിച്ചാലും അവക്കൊന്ന് നൊന്താ ചങ്ക് പൊടി. അങ്ങനെ മോൾക്ക് പനിയെന്ന കോൾ വന്നു. ഞാൻ അവളെ കാണാനായി പുറപ്പെട്ടു. അരമണിക്കൂർ ദൂരമുണ്ട് അവളുടെ വീട്ടിലേക്ക്. ഹെൽമെറ്റ് ധരിച്ച് പുറത്തിറങ്ങി കാതിരിക്കാൻ്റെ കടയിൽ കയറി. അവൾക്ക് ഇഷ്ടപ്പെട്ട പരിപ്പോടെ ചൂടോടെ വാങ്ങി വണ്ടിയിൽ വെച്ചു. പനിയല്ലേ, ഒരു വക കഴിച്ചാണില്ല കാന്താരി. ഈ വെപ്രാളത്തിനിടയിലും ദർശനം മുടക്കില്ലെന്നോ. കാതിരിക്ക പരിപ്പോടെ പൊതിയുന്ന നേരം ഞാനൊന്ന് കണ്ണുകൾ ചുറ്റും ഓടിച്ചുകൊണ്ടിരുന്നു. ഹെൽമെറ്റിലൂടെ ഞാൻ കണ്ടു ചായക്കടയിൽ എന്നെ തിരയുന്ന ആ കണ്ണുകൾ. ഹെൽമെറ്റ് ഇട്ടതിനാൽ അവൾക്ക് എന്നെ മനസ്സിലായതുമില്ല. അപ്പം നിനക്ക് എന്നോട് എന്തോ ഒരു ഇതുണ്ട് ആൾറെഡി ഗൊച്ച് ഗള്ളി. ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ഊറി ചിരിച്ചു. അങ്ങനെ മോളെ കണ്ട് തിരിച്ചു വന്ന് കടയിലേക്ക് ഓടി. സ്ഥലത്തെ പ്രധാന പയ്യൻസിനൊപ്പം ടി വിയിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോഴും ഇടയ്ക്കിടെ കണ്ണുകൾ അവളെ തിരയുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ദർശന പുണ്യം നേടിക്കൊണ്ടിരുന്ന അവൾ വല്ലവനെയും ശ്രീകോവിലിൽ പ്രതിഷ്ഠയാവും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറയണം. അവൾ പ്രസാദിച്ച കാണിക്കയായി ഞാൻ എന്നെ അങ്ങോട്ട് കൊടുത്തോളാം എൻ്റെ മഹാമായേ. അവൾ വരുന്നത് കാത്ത് ഞാൻ കോളേജിന് മുന്നിലെ ബസ് സ്റ്റോപ്പിലിരുന്നു. ഭാഗ്യം ഇന്നുകൂടെ വാനരപ്പടകളൊന്നുമില്ല, തനിച്ച. അതെ, ഒന്ന് നിന്നേ എന്തെന്ന ഭാവത്തിൽ അവൾ മുഖമുയർത്തി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളാളൊരു പഴഞ്ചനായതുകൊണ്ട് പറയാനുള്ള ഒരു പേപ്പർ എഴുതി കയ്യിൽ കരുതിയിരുന്നു. അത് അവൾക്ക് നേരെ നീട്ടിയതു. ആ കാര്യം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിവിടെ ചെലവാവില്ല. ഈ ശിശിര അത്രക്കാരിയല്ല, ഇതുപോലെ ഒരുപാട് കണ്ടതാ ഞാൻ. എൻ്റെ മനസ്സിലെ വിഗ്രഹം ശൂർപ്പണകിയുടേതായിരുന്നു ദേവിയെ. എന്താ പറഞ്ഞേ? അതിന് നിനക്കാണെന്ന് ആര് പറഞ്ഞു? അയ്യടാ, കണ്ടാലും മതി. മരം കൊത്തി മുഖവും മത്തങ്ങാ കണ്ണും ഭൂലോക രമ്പയാണെന്ന വിചാരം. അവളുടെ മുഖമൊന്ന് വിളറി. അതൊന്ന് ആസ്വദിച്ച് ഞാൻ പറഞ്ഞു, ഇത് തൻ്റെ കൂടെ വരുന്ന ആ വെളുത്തു വിളിഞ്ഞ കുട്ടി കൊടുക്കാനാ. അവളെ കണ്ടില്ല, അതുകൊണ്ട് ഇയാളെ ഏൽപ്പിക്കാന്ന് കരുതി. ഓരോരോ വ്യാമോഹങ്ങളെ. അവളുടെ ചമ്മിയ മുഖത്തിന് മുന്നിലൂടെ എൻ്റെ സ്ലോ മോഷൻ നടത്തം. ആഹാ, എന്താ ഒരിത്. പിന്നീട് ഞാൻ പലതവണ നോക്കുമ്പോഴെല്ലാം അവൾ എന്നെ അവഗണിച്ചു. പകരം ആ വെളുത്ത് നീർക്കോലി ഇളിച്ചു കാണിക്കാനും തുടങ്ങി. പന്തികേട് മനസ്സിലാക്കി അവൾ ക്ലാസ്സിൽ വരാത്തൊരു ദിവസം ആ പെണ്ണിനോട് കാര്യങ്ങൾ പറഞ്ഞു. പെണ്ണിന് നിരാശയുണ്ടോ? ഏയ്, തോന്നിയതാവും. എന്തായാലും എൻ്റെ വാക്സാമർത്ഥ്യത്തിന് മുമ്പിൽ അവളെ വളക്കാനുള്ള ഉദ്യമത്തിൽ അവളുടെ കൂട്ടുകാർ പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാം ശരിയാക്കി തന്നാൽ കമ്മീഷൻ വേണമെന്നൊരു ഉടമ്പടി. കൂട്ടുകാരങ്ങനെ ചെയ്യുമെന്ന ചിന്ത വേണ്ട. അവളുടെ ചങ്കളിലൊന്നും എൻ്റെ പരിചയത്തിലുള്ള കുട്ടിയാണ്. ഞാൻ അത്രയ്ക്കും മ്ലേച്ഛനല്ലെന്ന കാര്യം അവൾക്ക് അറിയാവുന്നതുകൊണ്ടാണോ, ഡയറി മിൽക്ക് കിട്ടാനാണോ എന്തോ അവൾ കൂടെ നിന്ന്. ഞാൻ വെളുത്ത നീർക്കോലിയോട് മിണ്ടെന്ന് അസൂയയോടെ നോക്കിയും അവസരം കിട്ടുമ്പോൾ എന്നെ കൂതറയാക്കി ചിത്രീകരിച്ചു. പ്രേമ പൊളിക്കാൻ നോക്കുന്നത് ഞാൻ അറിഞ്ഞു. ഒരിക്കലും അവരുടെ മുമ്പിൽ വണ്ടി നിർത്തിയതും പെണ്ണ് തിരിഞ്ഞു നിന്നു. മുഖത്ത് കടന്നൽ കുത്തിയ പോലെ കടുപ്പം. അവളെ പിടിച്ചു നിർത്തി. കൂട്ടുകാർ കാര്യം അവതരിപ്പിച്ചു. ഇനിയും മസിൽ പിടിച്ചാലേ ചെക്കനെ വേറെ പിള്ളേര് കൊണ്ടുപോകും. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാ എന്ന നീർക്കോലിയുടെ ഡയലോഗിൽ അവൾ വീണു. മൗനം, സമ്മതം. എന്തായാലും കാര്യങ്ങൾ ഒരുവിധ അവളുമാർ കരക്കടുപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രണയലോലുപരായി ദിവസങ്ങൾ പങ്കിട്ടു. പെട്ടെന്ന് അവൾ എന്നെ വിളിച്ചു രാവിലെ. ആ
അതിനിടയ്ക്ക് ഞാൻ ഫോൺ നമ്പറൊക്കെ വാങ്ങി കേട്ടോ. ഓ, നിങ്ങൾക്കതൊന്നും പുതുമയല്ലല്ലോ, ന്യൂ ജനറേഷൻ അല്ലേ. പെണ്ണ് കാണാൻ ആരോ വരുന്നുണ്ട് ഏട്ടാ. ഞാൻ എന്ത് ചെയ്യും? ഇത് നടന്നാൽ പിന്നെ എന്നെ ആരും ജീവനോടെ കാണില്ല. എൻ്റെ ദേവി, ആരാണ് രാവണൻ? അങ്ങനെ ഫോട്ടോ അവൾ അയച്ചു തന്നു. കണ്ടപ്പോൾ കണ്ണ് തള്ളി. സുദീപ് പണ്ട് മൈതാനത്ത് ടൂർണമെന്റിൽ വാക്കേറ്റുണ്ടായപ്പോൾ ഞാൻ അവനെ പെരുമാറി വിട്ടതാ. ആ കലിപ്പ് അവൻ ഇപ്പോഴും കാണൂ. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ സുദീപിനെ കാണാൻ പോയി. ചെന്ന് കയറിയതും അളിയ എന്താ ഈ വഴിക്കൊക്കെ? ഒടുക്കത്തെ സ്നേഹം. ചെക്കൻ ദുബായിലൊക്കെ പോയി ആളങ്ങ് കൊഴുത്തു, മസിലും പെരുപ്പിച്ചു. ഇപ്പൊ അവൻ എന്നെ അടിച്ച് എന്നെ വടിച്ചെടുക്കേണ്ടി വരും. അളിയ, ഞാനൊരു പ്രധാന കാര്യം പറയാനാ ഇത്രയും ദൂരം തന്നെ കാണാമെന്ന്. പിന്നെ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ ഫ്ലാഷ് ബാക്ക് പൊലിപ്പിച്ച് വെച്ചങ്ങ് കാച്ചി. എന്തൊക്കെ പറഞ്ഞാലും കാലം എത്ര മാറിയാലും കെട്ടാൻ പോണ പെണ്ണിനെ കാമുകനുണ്ടെന്നറിഞ്ഞാൽ ആരും സഹിക്കില്ല. അവൻ അടുക്കളയിൽ ചെന്ന് അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ അവിടെ വീട്ടിൽ വിളിച്ച് നല്ല വായ്ത്താരിയോടെ കല്യാണം അങ്ങോട്ട് മുടക്കി. മോളെക്കുറിച്ച് അപവാദം പറഞ്ഞ തള്ളയും മോനെയും വേണ്ടെന്ന് അവളുടെ അച്ഛനും തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു രാത്രി അവൾ ആരും അറിയാതെ ഇറക്കിക്കൊണ്ടെങ്കിൽ പോകുന്നു. ഇനിയും ഒരു രാവണനെ മരിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടിൽ വന്നപ്പോൾ ദാ അമ്മ നെഞ്ചത്തടിയും നിലവിളി. അമ്മയുടെ പ്രധാന പ്രശ്നം ജാതകമായിരുന്നു. ജാതകം നോക്കണം. അമ്മയുടെ വാശിക്ക് കീഴടങ്ങി. അതൊരു വല്ലാത്ത അഗ്നിപരീക്ഷയായിരുന്നു. ഈ 2 നാളുകൾ തമ്മിൽ ചേർന്ന വീട്ടിൽ സർവനാശമായിരിക്കും. ഒരു മൃത്യുവിന് നോം സാധ്യത കാണുന്നുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അമ്മ ഭദ്രകാളിയായി. അവളെ പരമാവധി കുത്തി നോവിച്ചു. ഞാൻ അക്ഷരാർത്ഥത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ ദിവസങ്ങൾ. കാലിന് സ്വാധീനമില്ലാതെ കിടപ്പാണ് അച്ഛൻ. പകൽ മുഴുവൻ അമ്മ അയലത്തെ വീടുകളിൽ ചെന്നിരുന്നു. അവളുടെ മുഖം കാണാതിരിക്കാനായിരുന്നു ആ പരാക്രമം. അവൾ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു. പരാതി ഏതുമില്ലാതെ പാതിരാവിലെ എൻ്റെ നെഞ്ചിൽ ചാരിയിരിക്കുമ്പോഴും അവൾ പറയും, എനിക്ക് സങ്കടമൊന്നുമില്ല, നമ്മുടെ അമ്മയല്ലേ, എല്ലാം ശരിയാവും. ഞാൻ അവളെ മാറോട് അണക്കും. ഒരിക്കൽ ഞാൻ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ദാ അമ്മ സന്തോഷത്തോടെ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മോനെ, അച്ഛൻ നടക്കാൻ തുടങ്ങി. ഡോക്ടർ മോളാ അച്ഛനെ എന്നും കൈപ്പിടിച്ച് നടത്തിയും പരിചരിച്ചു ഇങ്ങനെ മാറ്റിയെടുത്ത്. അവൾ നമ്മുടെ ഭാഗ്യ. ഞാൻ നിറച്ചിരിയോടെ അവളെ നോക്കി. പിറ്റേന്ന് രാവിലെ മറ്റൊരു സന്തോഷ വാർത്ത. ഞാൻ എഴുതിയ ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ ഫലം ലിസ്റ്റിൽ എൻ്റെ പേര് വന്നു. എല്ലാം കൂടെ ആയപ്പോൾ അമ്മയുടെ ദേഷ്യം ക്രമേണ ഇല്ലാതായി. എല്ലാം ശിശിരമോളുടെ ഐശ്വര്യ. അമ്മ അവളുടെ മുടിയിൽ തലോടി. ഒരു ഞായറാഴ്ച അമ്മ അവളുടെ മുടി പിന്നിടുന്നത് നോക്കി ഞാൻ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പുറത്തെ ഭവാനി ചേച്ചി വെപ്രാളത്തിൽ ഓടി വന്ന അമ്മയോട് പറഞ്ഞു, അതേ നമ്മുടെ ജോത്സ്യന്റെ മരുമകൻ ശിവൻകുട്ടി വണ്ടിടിച്ച് മരിച്ചു അത്രേ. കുടിച്ച് ബോധലാണ്ട് ചെന്ന് കയറിയതാന്ന് പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ അവനെ കൊണ്ട് ആ പെണ്ണിനൊരു സമാധാനത്തോളം കിട്ടിയിട്ടില്ല. കൊള്ളി വെക്കാനൊരു സന്താനം പോലുമില്ല. പാവം സുമതി. ഭവാനി ചേച്ചി വിഷമത്തോടെ മുഖം കുനിച്ചു. കണ്ടോമേ, ജോത്സ്യം 10ൽ 10 പൊരുത്തവും സന്താന സൗഭാഗ്യവും ദീർഘസുമംഗലി യോഗവും നോക്കി കവടി നിരത്തി മകൾ കണ്ടെത്തിയ ഭർത്താവിന്റെ അവസ്ഥ കണ്ടോ? ജീവിക്കാൻ വേണ്ട മനപ്പൊരുത്ത, അല്ലാതെ നാളുകൾ തമ്മിലുള്ള പൊരുത്തല്ല, അല്ലേ മാളൂ? ഞാനത് പറയുമ്പോൾ അമ്മയുടെ മടിയിൽ തലയാഴ്ച കിടന്നു. അവൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു.